നമുക്കെല്ലാവർക്കും അറിയാവുന്ന മണിച്ചിത്രത്താഴില്ലേ, അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുന്നു ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. എനിക്കെന്തോ സണ്ണിയുടെയും ശ്രീദേവിയുടെയും ആ വേർപിരിയൽ അന്ന് ഇഷ്ടമായില്ല. അതിന് ശേഷം എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? അതാണിത്. ഇമാജിനേഷനാണേ, എൻജോയ് ചെയ്യട്ടോ. നീ ഇറങ്ങുവാണോ? ഇങ്ങനെ പോയാല് എന്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. വർക്ക് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂടെയൊക്കെ വേണ്ടേ? ഇല്ല ഇല്ല, ഇപ്പൊ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് എനിക്ക് ചെയ്യാനാ? പോയിട്ട് വേറെ കാര്യമുണ്ട്. കുറച്ചു നേരം കൂടി നിൽക്കുക, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോവാം. ഇല്ല, ഞാൻ പോലടാ. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് വയ്യടാ, ഞാൻ പോകുന്നു. എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ വേണ്ടിയിട്ട്. ശരി, എന്നാ സൂക്ഷിച്ചൊക്കെ പോയിട്ടോ. ആ സംഭവത്തിന് ശേഷം ആഴ്ച 2 കഴിഞ്ഞു. എങ്കിലും ഓരോ പ്രാവശ്യം കണ്ണടക്കുമ്പോഴും ഉള്ളിൽ തെളിയുന്നത് അവളുടെ മുഖം. അവളെന്തോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ എന്നെ അവസാനമായിട്ട് നോക്കിയത്. അന്നത്തെ അവളുടെ മൗനം സമ്മതമായി കണക്കാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. വണ്ടി ഓടിക്കുവാണെങ്കിലും മനസ്സ് വേറെ എവിടെയോ ആണ്. അച്ഛൻ വന്ന് സാരിക്കാരിയുടെ അടുത്ത് എൻ്റെ ഈ ശരീരത്തിൽ തട്ടി കടന്നു പോകുന്ന ഈ കാറ്റിന് പോലും ആളുടെ ഓർമ്മയുണ്ട്. ആരോടൊന്നും മിണ്ടാതെ ഒരു ഇളം സ്പർശം പോലെ അവളുടെ സാന്നിധ്യം എല്ലാവരും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നിരുന്നു. എത്ര ഒച്ചെടുത്താലും ദേഷ്യപ്പെട്ടാലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത ഒരുത്തി. ഞാൻ ഇഷ്ടപ്പെട്ടു പോയത് ആ പെണ്ണിനെയാണ്. അവളെ വേണ്ടെന്ന് വെച്ച അയാൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ അരിച്ച് പെറുക്കി നോക്കിയാൽ ഇങ്ങനെ ഒരുത്തിയെ കണ്ടുകിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അന്ന് ഇതിനൊക്കെ കൂട്ടു നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്നെപ്പോലെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൾ സമ്മതിച്ചു. വല്ലാത്ത കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ അട്ടിയായി നിറഞ്ഞിരുന്നു. ഓരോ പ്രാവശ്യവും ഗംഗ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാമോ കാര്യങ്ങൾക്ക് അവളുടെ പേര് പറയുമ്പോൾ, നകുലനും ഗംഗയും വന്നപ്പോൾ ആ വീട്ടിൽ പതിവില്ലാതെ ഉയർന്ന ബഹളവും കളിതമാശകളും എല്ലാം പെട്ടെന്ന് നിശബ്ദമായപ്പോൾ കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി ആ മുറിയിൽ നിന്ന് ഇറങ്ങിയ നേരത്ത് അവളുടെ കരച്ചിലായിട്ടപ്പോൾ എൻ്റെ ഉള്ളിലെന്തോ അപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് വന്ന് നോക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാവേണ്ടി ഇരുന്നവൾ, അവൻ്റെ മുറപ്പെണ്ണ് എന്നതിലുപരി, ഭ്രാന്തി എന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചേർത്ത് കൊടുത്ത ആ പട്ടത്തിലുപരി, ഗംഗയെ നകുലനെ രക്ഷിക്കാനുള്ള എൻ്റെ ഉപാധി എന്നതിലുപരി മറ്റെന്തോ ഒരു ഭാവത്തിൽ, ഇതൊന്നും അല്ലാതെ വേറെ എന്തോ ഒരു പിടിച്ചത്തിൽ അവളെ അവളായി, ശ്രീദേവിയായി ഞാൻ കണ്ടത് അപ്പോഴാണ്. അവളുടെ ഓർമ്മയിൽ മനസ്സുങ്ങിയതിനിടയിൽ വീടെത്തിയത് പോലും അറിഞ്ഞില്ല.
ആ ഞാൻ പറഞ്ഞില്ലേ അത് അവനാണെന്ന്. ഡാ ഇങ്ങോട്ട് വേടാ. ആരൊക്കെയാ വന്നേക്കെന്ന് നോക്കി. തിരുമേനി എടോ ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ. അത് എന്താ വിശേഷിച്ച്? എടാ നീ ഇതെപ്പോ വന്നു? വാ 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 വന്നിരുന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ എന്താ നടക്കുന്നേ? ഇരിക്കടാ. കാര്യം പറയടാ. ഇവളെന്താ ഇവിടെ? അതൊക്കെയുണ്ട്, അവര് പറയും. സണ്ണി, അന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ക്ഷണിക്കാതെ കയറി വരുന്നത് തെറ്റാണെന്നറിയാം. അങ്ങനെയൊന്നുമില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ലെന്ന് അറിയാം. പക്ഷെ ഞാൻ അപ്പോഴും ഇട്ടു. അല്ല, ഇങ്ങനെ ഒരു കാര്യമാകുമ്പോൾ നേരിട്ട് വന്ന് സംസാരിക്കാതെ എങ്ങനെയാ? കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങളിപ്പോൾ വന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ മോള് ശ്രീദേവി, അവളുടെ കല്യാണം ഞങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചാട്ടാ. ഞാനൊന്നൊരു ഡ്രസ്സ് മാറിയിട്ട് വരാം. മൊത്തം ഇങ്ങനെ വേർത്ത് നാശമായിട്ടിരിക്കുക. നിങ്ങൾക്ക് തിരക്കുണ്ടോ? തിരക്ക് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഒരു 2 മിനിറ്റ്, ഞാൻ ഇത് ഇപ്പോൾ വരാമേ. ഇപ്പോൾ വരാം. ഇവള് തെപ്പം ഇങ്ങോട്ട് കയറി വന്നു. വന്നല്ലോ ആള്. 2 മിനിറ്റ് എന്ന് പറഞ്ഞല്ലേ വന്നേ. ഇതെന്ത് കൂളിയാണിത്? ശ്രീദേവി, അവളുടെ പേര് പറയുമ്പോൾ പോലും എൻ്റെ ഉള്ളു വിങ്ങന്ന്. ഇത്രയൊക്കെ വേദനിക്കാൻ മാത്രം ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ. താനെന്തോട് ഇവിടെ? ഇതിട്ടാൽ മതി, ചുവപ്പ് ചേരും. ഞാൻ ചെയ്തോളാം ദേവി. ക്ഷമിക്കണം. ശ്രീദേവി താഴേക്ക് പോയിക്കോളൂ. ഇങ്ങനൊന്നും വരാൻ പാടില്ല. ചെന്നോളൂ. ഇതെന്താ അവളുടെ ഉദ്ദേശം? ഒരു നേരം ഋതുമാറി മധുമാസം, അതിനായി മാത്രമെന്നൊരു നേരം ശ്രീദേവി, താഴേക്ക് ചെല്ല്. അവിടെ അവർ അന്വേഷിക്കുന്നുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇപ്പം എന്നെ ആർക്കും വേണ്ട.
അതിലെല്ലാവരും കൂടെ വീണ്ടും എന്നെ കെട്ടിച്ചയക്കാൻ പോണത്. തനിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഒക്കെ തീരുമാനിച്ചല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അങ്ങനെ ഈ നാഗവല്ലി ഒടുവിൽ തൻ്റെ പ്രാണനായകനായ രാമനാഥൻ്റേതാക്കാൻ പോകുന്നു. അവർക്കോ കിട്ടിയില്ല ഒരു ഹാപ്പി എൻഡിങ്. അതെ ഡോക്ടറെ, തെക്കിനീല നാഗവല്ലി രാമനാഥൻ്റെ സ്വന്തമായിരിക്കാം. പക്ഷേ ഈ നാഗവല്ലിയുടെ കഥാവസാനം അങ്ങനെയല്ല. പണ്ട് എന്നെ രാമനാഥനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എൻ്റെ കഴുത്തിലൊരു താലി വീഴ്ത്തിയതാ. എന്തിന്? ഏതോ ഒരു വാശിയുടെ പുറത്ത്, ജാതകത്തിലുള്ള ഏതോ പോരായ്മ കാരണം എന്നെ വേണ്ടെന്ന് വെച്ചവരുടെ മുന്നിൽ എൻ്റെ അച്ഛൻ്റെ തല ഉയർത്തി നിൽക്കാൻ എന്നെ കെട്ടിച്ചയക്കണമായിരുന്നു. എന്നിട്ടോ എല്ലാ ആഘോഷങ്ങളോടെ നല്ല തകൃതിയായി കല്യാണം നടന്നു. എൻ്റെ രാമനാഥനല്ലേ പ്രാണനായകൻ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനും അത് വിശ്വസിച്ച് തുടങ്ങി. അല്ലാതെ എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ പതിയെ ഒന്ന് സ്നേഹിച്ചു നോക്കി. ഒരു നേരം പോക്കിൻ്റെ കുറച്ച് നല്ല രസമുള്ള പണിയായി സ്നേഹിക്കാതെന്ന്, അല്ലേ? ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ആൾക്ക് എന്നോടും കുറച്ചൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. പക്ഷേ അവസാനം എന്ത് കാരണം കൊണ്ടാണോ ശാരദാമ്മ എന്നെ അയോഗ്യയാക്കി മുദ്ര കുത്തിയത്, അതേ കാരണത്താൽ എന്നെ അയാളും വീണ്ടും ഞാൻ തിരികെ തുടങ്ങിയെടുത്ത് തന്നെ ബാക്കി വന്നതോ പറഞ്ഞ സ്നേഹം കുറേ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഗുണവും വേണ്ടേ? അതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞു. ഇനി അങ്ങനെ ഒരു വികാരം എന്നിലുണ്ടാവുക അത് സാധ്യമാണോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് മടുത്ത ഡോക്ടറെ. ശ്രീദേവി, റിയലി സോറി. ഒന്നങ്ങിയ കൊല്ലു ഞാൻ. വൈകിപ്പോയല്ലോടോ ഞാൻ. എൻ്റെ കഥയിൽ നിങ്ങൾ വരെ കുറച്ച് വൈകിപ്പോയി. മിസ്റ്റർ ശങ്കരൻ തമ്പി, കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നെ കളഞ്ഞിട്ട് പോയ രാമനാഥനങ്ങ് തട്ടി കളഞ്ഞിട്ടായിരുന്നു. അങ്ങനെ വന്ന അന്നത്തെ നാഗവല്ലിക്ക് ഈ ശങ്കരൻ തമ്പി വീണ്ടും ഒരു വില്ലനാവും. സ്നേഹിക്കുന്നവരോടൊപ്പം നിൽക്കാനാണ് എന്നും എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കയറി വന്ന ഒരുപക്ഷെ ദേവി ശ്രീദേവി ഒരുപക്ഷെ എന്നെ എന്നേക്കുമായി വെറുത്തേനെ. ഇല്ല, എന്തുകൊണ്ടോ എൻ്റെ കഥയിൽ ഇയാളെ ഒരു ക്രൂരനായി ചിത്രീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഉപദ്രവമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? കൂട്ടുകാരനും അവൻ്റെ ഭാര്യയ്ക്കും വേണ്ടി അവസാനം വരെ കൂടി പറഞ്ഞ വാക്ക് പാലിച്ച് അവളെയാണ് തിരികെ കൊടുക്കുകയും ചെയ്തത്. ഇതിലെന്താണ് ക്രൂരമായിട്ടുള്ളത്? ഒരിടയ്ക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യമായിരുന്നു.
ചെയ്യാത്ത എന്തോ ഒക്കെ കുറ്റങ്ങൾക്ക് എല്ലാവരും കൂടി എന്നെ പഴിചാരിയപ്പോൾ അതിനെല്ലാം ഏറ്റുപിടിച്ച് അവരെക്കാൾ ഉച്ചത്തിൽ ഞാൻ കുറ്റക്കാരിയാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ, പക്ഷേ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ, അന്ന് സത്യം മുഴുവൻ ഞാൻ അറിഞ്ഞപ്പോൾ ആ ദേഷ്യമെല്ലാം എവിടെ പോയി? പാവമാണ്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. പിന്നെ വീട്ടിലേക്ക് വന്നല്ലേ അമ്മയും കുട്ടി. പക്ഷെ വീണ്ടും അച്ഛൻ്റെ വാശി തന്നെ ജയിച്ചു. സത്യത്തിൽ വാശിയേക്കാളേറെ അച്ഛന് പേടിയാണ്. മുമ്പുണ്ടായ പോലെ വീണ്ടും ആവർത്തിക്കുമെന്ന്. സത്യത്തിൽ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നേ. അതൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ഇനി ഭാവി കുട്ടീൻ്റെ നാളോടൊപ്പം അത് ഭംഗിയാക്കാൻ നോക്കും. അന്നത്തേന് ശേഷം വീട്ടിൽ വീണ്ടും പ്രശ്നമുണ്ടായി. എല്ലാവരും കൂടി ഭയങ്കര ഉപദേശിക്കലായിരുന്നു, ചെവിതല കേൾപ്പിക്കില്ല. വീണ്ടും തുടങ്ങി കല്യാണം ആലോചിക്കാൻ. ഒന്നും നടക്കാതായപ്പോൾ അവസാനം സഹിക്കിട്ട് അച്ഛൻ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്കെൻ്റെ ഡോക്ടറെ മതിയെന്ന്. എൻ്റെ കഥയുടെ അവസാനം ഇങ്ങനെ മതി. ഈ നാഗവല്ലി ഈ കാർന്നവർക്ക് സ്വന്തം. ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ആൾക്കകത്തേക്ക് വരാമോ? സണ്ണി, ഈ വട്ടം ഞാനൊന്ന് വെറുതെ പറയല്ല, നിറഞ്ഞ മനസ്സോടെ തരുക ഞാൻ നിനക്ക് എൻ്റെ മോളെ. നോക്കിയേക്കണേ.